അതായത് നമ്മൾ ഈ KCRC ഒക്കെ നിയമിക്കുമ്പം KSEBിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥർക്ക് ഒരു പൊസിഷൻ കൊടുക്കാനുള്ളതല്ല. കാരണം സ്വാഭാവികമായിട്ടും അവർക്കിപ്പം നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിംഗ് എന്താണോ അല്ലെ പാരീസ് ഉടമ്പടി എന്താണോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ച് എന്റെ യൂണിയൻ എന്റെ പെൻഷൻ എന്നുള്ളതാണ് ആത്യന്തികമായ. അപ്പൊ ഞാൻ എന്റെ സാമ്പത്തിക വശങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഞാൻ എന്റെ പാരിസ്ഥിതിക വശം പറയാത്ത വേറൊന്നും കൊണ്ടല്ല, അത് നിങ്ങൾ പഠിക്കണം. സഹപാനലിസ്റ്റ് പറയുണ്ടായി ഗ്ലോബൽ വാർമിംഗ് പോലെ ഇഷ്യൂ നിങ്ങൾ കാണുന്ന പോലെ അല്ല. അതിലേക്ക് വരാത്ത കാരണം എന്റെ ജോലി പോവോ എന്റെ KSEB പൂട്ടിപ്പോവോ എന്നുള്ള പേടിപ്പുറത്ത് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് ആണിത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇവർ ഇതിനെ കണക്ക് കൂട്ടുന്നത്? ഇപ്പം പാനലിസ്റ്റ് പറയുണ്ടായി 2 രൂപയ്ക്ക് കിട്ടുന്ന വൈദ്യുതി രാത്രിയിൽ 8 രൂപയായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്താണ് ഇതിന്റെ വാസ്തവം? ഇവർ പകൽ കിട്ടുന്ന വൈദ്യുതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഒരു വൈദ്യുതിയെ കുറിച്ച് റേറ്റ് എടുക്കും. ഒരു ഉദാഹരണത്തിന് 2 രൂപയ്ക്ക് കിട്ടി, 1 രൂപയ്ക്ക് കിട്ടി എന്നൊക്കെ പറയും. യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് തന്നെ അറിയാം. ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് 4 രൂപയ്ക്ക് 25 വർഷത്തേക്കുള്ള കരാർ KCRC ക്യാൻസൽ ചെയ്തു. അത് തിരിച്ചു വാങ്ങിക്കാൻ ചെന്നപ്പോൾ 9 രൂപയായി. അപ്പൊ 9 രൂപ വൈദ്യുതിക്ക് വരുന്നില്ലേ? ഇനി മറ്റൊരു കാര്യം പറഞ്ഞുതരാം. രാത്രി വാങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഏറ്റവും കൂടിയ വൈദ്യുതി 16 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറയും. അതോടൊപ്പം തന്നെ 4 രൂപയ്ക്ക് ദീർഘകരാർ അല്ലെങ്കിൽ 9 രൂപയുടെ കരാറുണ്ട്. ഇനി ഒരു സോളാർ പ്രൊസ്യൂമറെ സംബന്ധിച്ച് അവന്റെ ചെലവ് 2 രൂപ. ഈ 2 രൂപയ്ക്ക് പറയുന്നത് അദാനിയോ സെക്കിയോ ഒക്കെ വൈദ്യുതി വാങ്ങിക്കാൻ ആളില്ലാത്തപ്പോൾ അവർ ലോവർ ബിഡിലേക്ക് വരും. അത് ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് ഇവര് കഴിഞ്ഞ വേനലിൽ 3.5 മാസം കണ്ടിന്യൂസ് പകൽ സമയത്ത് 8 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞ ബിഡ് വരും. ആയിക്കോട്ടെ ശരി 2.5 എന്ന് പറഞ്ഞു. അതിലും കഴിഞ്ഞ ദിവസം മാറ്റം വന്നു. അന്തർ സംസ്ഥാന വൈദ്യുതിക്ക് സെൻട്രൽ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി ഒഴിവായി. ഇനി തൊട്ട് 40 പൈസ കൂടും. ഇതുപോലെ ഈ വൈദ്യുതി കുറഞ്ഞു കിട്ടുന്ന പല സബ്സിഡിയുടെയും പുറത്താണ്. അതിൽ നിന്ന് വിഡ്രോ ആകുമ്പോൾ നമുക്ക് ഇതിന് പ്രസന്റ് മാത്രം വെച്ചിട്ടാണ്, പ്രസന്റ്ലി ശരിയാണെന്നെങ്കിൽ ചിലപ്പോൾ 2 രൂപയ്ക്ക് വൈദ്യുതി കിട്ടാനുണ്ടാവും. വരാൻ പോകുന്ന 90,000 കോടി രൂപയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതി വരികയാണ്. വൈദ്യുതി UAE-ലേക്കും സൗദിയിലേക്കും വിൽക്കുന്ന. അത് വരുന്നതോടുകൂടി ഈ അദാനിക്കും സെക്കിക്കും ഒന്നും KSEBിക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല. അവർ ഈ വൈദ്യുതി നേരെ ഡോളറിൽ കൊണ്ടുപോയി അങ്ങോട്ട് വിൽക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന 2 രൂപയ്ക്കോ 3 രൂപയ്ക്കോ ഒന്നും വൈദ്യുതിക്ക് ദീർഘകാല കരാറുകൾ പലതും ക്യാൻസൽ ആയി. ഇനി ഒരു സോളാർ പ്രൊസ്യൂമർക്ക് എത്ര രൂപ വരുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ചിലവാക്കണം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ സോളാർ മേഖല വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മളൊരു കാർ എടുക്കുന്ന പോലെ 5 or 6 വർഷം, ഇപ്പൊ 2010 സമയത്ത് സോളാർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യും, ഒരു ചേഞ്ച് ഓവർ ഐസൊലേറ്റർ കാണും, ആ ലിവർ വലിച്ചിട്ടിട്ട് ഉപയോഗിക്കും. 2015 ആയപ്പോൾ അത് സോളാർ PCU ആയി. അന്ന് സ്ഥാപിച്ച എല്ലാ കസ്റ്റമേഴ്സും ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇത് മാറ്റി 5 വർഷത്തിനുള്ളിൽ ടെക്നോളജി ചേഞ്ച് ആവും. 2015 ഓട്ടോമാറ്റിക് സോളാർ ബാറ്ററിയിൽ നിന്ന് 2020 ആയപ്പോൾ എല്ലാവരും ഓൺ ഗ്രിഡിലേക്ക് വന്നു. KSEBിക്ക് പോകും. അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ ഹൈബ്രിഡിന്റെ കാലമായിരിക്കും. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പ്രൊസ്യൂമർക്ക് വൈദ്യുതി ചെലവാക്കുന്ന ഒരു യൂണിറ്റിന് 6 രൂപയ്ക്ക് മുകളിൽ ചെലവുണ്ട്. നിങ്ങളുടെ ചെലവിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊസ്യൂമറുടെ ചെലവിനെ കുറിച്ചും കൂടി സംസാരിക്കണ്ടേ? നമ്മളൊരു കാർ വാങ്ങിച്ച ഒരാൾ ജീവിതകാലം മുഴുവൻ കാറാണ്. അവർ ടെക്നോളജി സ്വീകരിക്കുന്നവർ എവറി 5 year അവർ ഇത് മാറുമ്പോൾ അവർക്ക് 6 രൂപ ചെലവ് വരുന്നുണ്ട്. ഇനി ഈ പ്രൊസ്യൂമർ ഇങ്ങനെ സോളാർ വെച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം എല്ലാവരും വിചാരം KSEBിക്ക് നഷ്ടമാണ്. യഥാർത്ഥത്തിൽ സോളാർ ആരെങ്കിലും സ്ഥാപിച്ചേ പറ്റൂ. കാരണം പാരീസ് ഉടമ്പടി അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് RPO ടാർജറ്റ് ആയിട്ട് ഗവൺമെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടുകാർ കയ്യിൽ നിന്ന് മുടക്കി ഏകദേശം 2000 മെഗാവാട്ടാണ് സോളാർ ഉത്പാദിപ്പിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം വികേന്ദ്രീകൃതമായിട്ട് ഓരോ വീടിന്റെ ഒക്കെ പുറപ്പുറത്ത് സ്ഥാപിച്ചുകൊണ്ട് പെർ കിലോവാട്ട് ഒരു 70,000 രൂപ ചെലവുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 14,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നാട്ടുകാർ സ്ഥാപിച്ചത്. ഇത് നാട് സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ KSEB സ്ഥാപിക്കണം. KSEB സ്ഥാപിക്കണമെങ്കിൽ ഈ ഫണ്ട് ഇവിടുന്ന് കണ്ടെത്തും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കിഫ്ബിന്ന് എടുത്തതിൽ അഴിമതി. KCRC തന്നെ പറയുന്നു നിങ്ങൾ ഇൻട്രസ്റ്റ് കൂട്ടിയാണ് കിഫ്ബിന്ന് എടുത്തതെന്ന്. ഈ 14,000 കോടി ഒരു 15 വർഷത്തെ സോളാർ ലോൺ എടുക്കണമെങ്കിൽ ഏകദേശം 20-24,000 കോടി രൂപ KSEB തിരിച്ചടക്കേണ്ടി വന്നാണ്. അതിന്റെ ഇൻട്രസ്റ്റ് ആവുന്നില്ല സുഹൃത്തെ ഈ പകൽ ഉത്പാദിപ്പിക്കുന്നതും രാത്രിയും തമ്മിൽ. ഇതാകെ 1.5% വൈദ്യുതിയുടെ കണക്കല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പം ഈ ചുമ്മാ ഇത് വെക്കുന്നതല്ല. ഇത് കൂടാതെ KSEBിക്ക് നാട്ടുകാർ സോളാർ വെച്ചതിന് 150 കോടി രൂപ ഇൻസെന്റീവ് കിട്ടി. ഇനി പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. കൂടംകുളത്തുനിന്നോ തമിഴ്നാട്ടിൽ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾ വൈദ്യുതി വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പൊ 16% 10% കേടാ പ്രസരണം 100 യൂണിറ്റ് 110 യൂണിറ്റ് വാങ്ങിച്ചാൽ 100 ഇവിടെ കിട്ടത്തുള്ളൂ. ഇത് സോളാർ തദ്ദേശീയമായിട്ട് ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് വരുമ്പോൾ പ്രസരണ നഷ്ടം ഇല്ല.